ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ഹൗസ് വൈഫ് ഓർ എ വൈഫ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറേ വണ്ടി പോണതും പിന്നെ മക്കളൊച്ചപ്പാടൊക്കെ കേൾക്കും. സ്കൂളിൽ പോകുന്നതിൻ്റെ തിരക്കൊക്കെ കൊണ്ട് എല്ലാ മക്കളൊച്ചപ്പാടാട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഉപ്പുമാവാട്ടോ ഉണ്ടാക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. നമ്മൾ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് വേണ്ടത് കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടത് റവ. കുറച്ച് റവേ ഉള്ളൂ, ഇത് തികയോന്ന് അള്ളാഹ്ക്കറിയാം. പിന്നെ വേണ്ടത് ഉള്ളി, പിന്നെ പച്ചമുളകും വേണം. പച്ചമുളക് ഇല്ല, തീർന്നിരിക്കുകയാണ്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പുമാവിന് കറി വേണ്ട ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിൽ എൻ്റെ കണ്ണ് കാണുന്നില്ല, അത് എനിക്കറിയാം. എത്ര വെച്ചിട്ടും എൻ്റെ കണ്ണ് കാണുന്നില്ല. ഈ ഫോണ് എവിടെ വെക്കാൻ ഇവിടെ ഒരു സ്ഥലമില്ല. ഞാൻ സ്ഥലം മാറ്റി ഫോൺ വെക്കുന്നതിൻ്റെ ഇവിടെ കുറച്ചുകൂടെ ലൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഉപ്പുമാവിൽ ഉള്ളി ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉള്ളി എല്ലാവരും ഇടും, പക്ഷെ തോനിടുന്നത് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ ഉള്ളി ഇത് ഫുള്ളിടും. പിന്നെ നമുക്കിന്ന് ഉച്ചക്ക് ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഗൈസ്. നമ്മൾ ഫുൾ ചിക്കൻ എന്തോ ചെയ്യാൻ പോവാണെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് വന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ്. ഓക്കെ, ഉള്ളി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി കുന കട്ട് ചെയ്യാം. പാത്രം വെക്കാം. പാത്രം ചൂടാവട്ടെ. പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും ഈസി മെത്തേഡാട്ടോ ഞാൻ പറയുന്നത്. വെറും ഉള്ളി മാത്രം മതി. ഉള്ളി, റവയും ഉപ്പും വെള്ളവും മാത്രം മതി. ഇനി ഇത് ചൂടായിട്ട് പൊട്ടിത്തെറിക്കട്ടെ. അല്ല, പൊട്ടിത്തെറിക്കില്ല, പൊട്ടട്ടെ. വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ കടുക് പൊട്ടുന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആസ് ആൻ ഹൗസ് വൈഫ് എനിക്ക് എന്തൊക്കെ പണി വെച്ചാൽ പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ല. കുറച്ചെല്ലാം ഇത് ഫുള്ള് റവയിലിട്ട് കൊടുക്കാം. എന്നിട്ട് റവ ഒന്ന് വറക്കണം. വെള്ളത്തിനൊക്കെ എന്തൊക്കെയോ അളവുകളുണ്ട് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. പക്ഷെ ഞാൻ അങ്ങനെ നോക്കാറില്ല. എനിക്കിഷ്ടമുള്ള അത്ര ഒരു കണക്കിലങ്ങോട്ട്, ഒരു മനക്കണക്കിലങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ മിക്സ് ആയതിനു ശേഷം നമുക്കിത് മൂടി വെക്കണം. നന്നായിട്ട് എല്ലാം മിക്സ് ആവാം. എനിക്ക് ഈ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ തൊടിക്കുന്ന പണിയുണ്ട്. അത് കാരണം എൻ്റെ കൈ കുറേ വട്ടം പൊള്ളിയിട്ടുണ്ട്. എന്നാലും ഞാൻ പഠിക്കൂല. എനിക്കിങ്ങനെ ഈ കത്തുന്ന തീയിൻ്റെ ഉള്ളിൽ കൂടെ പോയി തന്നെ തൊടിക്കണം. ഗൈസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കറി വെക്കണ്ടെന്ന്. പക്ഷെ കറി വെക്കേണ്ടി വന്നു. കാരണം എന്താ വെച്ചാൽ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടിയാണ് ചെയ്യൽ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിൽ അവിടെ എത്തുക. പക്ഷെ അവിടെ മെസ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ആൾ അവിടെ നിന്ന് കഴിക്കൂല. ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് അവിടെ കുറേ പൂരി ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ പൂരി കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കറിയില്ല. അപ്പോൾ എന്നോട് എന്തെങ്കിലും കറി ഉണ്ടാക്കി വെച്ചോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ബജിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത് മടിയൻ മല ചുമക്കുമെന്ന്. ഞാൻ എങ്ങനെയൊക്കെ മടിച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചേനെ. അപ്പോൾ ആണ് പറയുന്നത് ബജിക്കറി ഉണ്ടാക്കണം. ഡിസ്കസ്റ്റിങ്. അപ്പം കറി അടുപ്പത്തുണ്ട്. കുക്കറിൻ്റെ സൗണ്ട് എളുപ്പത്തിൽ കേൾക്കുന്നുണ്ടാവും. പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ കുക്കർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇതൊക്കെ ഇപ്പോൾ ഹസ്ബൻഡ് ഒരു വാങ്ങിക്കൊണ്ട സാധനമാണ്. നമ്മളെ ഫുൾ ചിക്കൻ ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാം ഗൈസ്. ഗ്ലൂ കമോൺ. അതിന് മുന്നേ ഇതാ നമുക്ക് കുറച്ചധികം പച്ചമുളക് ഉണ്ട്. ഇതിൻ്റെയൊക്കെ
പച്ചമുളകിൻ്റെ ഈ സാധനം പോക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കാലം, പച്ചമുളക് കുറേ കാലമല്ല, കേടാവാതെ കുറച്ച് ഇങ്ങോട്ട് നിൽക്കും, ഫ്രിഡ്ജില്ലാത്തതുകൊണ്ടേ. നമുക്ക് വേണ്ടത് ഉള്ളിയും കൂടി വേണം. ഉള്ളി പകുതി മതിയെന്നാ പറഞ്ഞ് ഒന്ന് കൊണ്ടു കൊടുക്കാം അല്ലേ? തക്കാളി, പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഗൈസ് കിട്ടി, നമ്മളെ പാർസൽ കിട്ടി ഗൈസ്. അപ്പൊ ഇത്രയും സാധനം നമുക്ക് ഇതിലിട്ട് അരിച്ചെടുക്കാം. ഉപ്പ് ഇതിലിടണ്ടേ? അപ്പൊ ഉപ്പിടണ്ട. കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുക്കാം, എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് കയ്യിൽ തൊട്ട കൈ നല്ല പുകയും. ഇനി നമ്മളെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അതിന് മുകളിലിട്ട് കൊടുക്കാം. ഉള്ളിട്ട് കൊടുക്കാം അല്ലേ? ആവശ്യമുള്ള ഒരു ഇത്രയും ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാലയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് മല്ലിപ്പൊടി ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗരം മസാല എൻ്റെ കൈ ഇരിക്കും. നന്നായിട്ട് തക്കോട് കുട്ടുന്ന തേച്ച് പിടിപ്പിക്കുക. എന്താ പുളിപ്പിച്ചു കൊടുക്കുന്നു? കോയിനെന്താ ഇതുപോലെ പുളിപ്പിച്ചു കൊടുക്കാം. ഇനി മാഗ്നേറ്റ് ചെയ്തിട്ട് ഇതുപോലെ 2 മണിക്കൂർ വെക്കുക. ഇപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്ന ടൈം കഴിഞ്ഞു. ഹസ്ബൻഡ് പള്ളിയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശക്കാൻ തുടങ്ങിയപ്പം ഇത് കഴിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പേരെന്തായാലും ഫിഗ്. അപ്പോൾ ഇത് കഴിക്കാണ്. അടുത്ത സാധനം വന്നു ഗൈസ്. ജീവനുള്ള സാധനം അതിൻ്റെ ഉള്ളിൽ എന്തോ. നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് ചിക്കൻ ഇതിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/2 hour ഇതിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. ഇനി നോക്കാം എന്തായി നോക്കാം. വെന്തിട്ട് ഇത് ഉള്ളിയും തക്കാളിയും കുറച്ച് ഓയിലിൽ ഒന്ന് ഇങ്ങനെ വാട്ടിയെടുക്കാം. എന്നിട്ട് കുറച്ച് മസാലകളും കൂടി ഇട്ടെടുക്കാം. മഞ്ഞപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, ഗരം മസാല ഉണ്ടോ? മസാല ടൊമാറ്റോ സോസ്. ഇതൊക്കെ ഇപ്പോൾ ചിക്കനിൽ ഇറങ്ങി വന്ന നെയ്യാണ് കേട്ടോ. നെയ്യും പിന്നെ ചിക്കനിൽ ഇറങ്ങി വന്ന വെള്ളം കൂടിയാണ് കേട്ടോ ഇതിലേക്ക് വാർന്നു കൊടുത്തത്. നമ്മളെ ചിക്കൻ കുട്ടനെ നോക്ക് ഗൈസ്. ഈ മസാല നല്ല രസം തന്നെ ഉണ്ട് കാണാൻ. നമ്മളെ അടിപൊളി ചിക്കൻ ആൻഡ് ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് തിന്നാം. പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം see you in next video. Do like, share and subscribe.